നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളായ യാത്രക്കാർക്ക് ഒരു പ്രത്യേക അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി യാത്ര ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 50,000 റിയാലിൽ കൂടുതൽ കൈവശം വെക്കരുതെന്ന് യാത്രക്കാർക്ക് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഖത്തർ. രാജ്യത്ത് പ്രവേശിക്കുന്നവർക്കും പുറത്തു പോകുന്നവർക്കും ഈ നിബന്ധന ബാധകമാണ്. മാത്രമല്ല 50,000 റിയാൽ മൂല്യമുള്ള സാധനങ്ങളും കയ്യിൽ വയ്ക്കാൻ പാടില്ല. ഈ തുകയ്ക്ക് കൂടുതൽ മൂല്യമുള്ള കറൻസിയുടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തണമെന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകി. യാത്രക്കാരെ ഈ വിവരം അറിയിക്കാനും എയർലൈനുകളോട് അറിയിപ്പിൽ പറയുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കുകയും എയർലൈനുകൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. 50,000-ൽ അധികം മൂല്യമുള്ള ഖത്തരി റിയാൽ അല്ലെങ്കിൽ തതുല്യമായ വിദേശ കറൻസികൾ, വജ്രം, മരതകം, മാണിക്യം തുടങ്ങിയ അമൂല്യമായ കല്ലുകൾ, സ്വർണം, വെള്ളി, മൂല്യമേറിയ ലോഹങ്ങൾ, ബാങ്ക് ചെക്കുകൾ, ഒപ്പുവെച്ച പ്രോമിസറി നോട്ടുകൾ, മണി ഓർഡറുകൾ എന്നിവ കൈവശമുള്ളവർ അക്കാര്യം അധികൃതരെ അറിയിച്ചിരിക്കണം. കൂടാതെ രാജ്യത്തേക്ക് കൊണ്ടുവരികയോ പുറത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാവുന്നതിൽ കൂടുതലുണ്ടെങ്കിൽ ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ മുൻകൂർ അനുമതി യാത്രക്കാർ സ്വീകരിക്കണം. ഇതോടൊപ്പം മൂല്യം കാണിക്കുന്ന ബിൽ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ഇതോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. അറൈവൽ അല്ലെങ്കിൽ ഡിപ്പാർച്ചറിലെ ഇമിഗ്രേഷൻ ഹാളിൽ നിന്ന് ലഭിക്കുന്ന ഡിക്ലറേഷൻ അപേക്ഷ പൂരിപ്പിച്ച് കസ്റ്റംസ് അധികൃതർക്ക് നൽകണം. യാത്രക്കാരൻ ഡിക്ലറേഷൻ അപേക്ഷ നൽകാതിരുന്നാലോ ഇതിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലോ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ സൗദി അറേബ്യയും ഈ വർഷം ആദ്യം സമാന നടപടി സ്വീകരിച്ചിരുന്നു. പരിധിയിൽ കൂടുതൽ പണമോ സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങളോ മറ്റോ കൈവശമുള്ളവർ വിമാനത്താവള ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തണമെന്നായിരുന്നു സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകിയത്. വിഷയത്തിൽ യാത്രക്കാർക്ക് ബോധവത്കരണം നൽകണമെന്ന് വിവിധ എയർലൈനുകളോട് വ്യോമയാന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.